ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇത് ഞങ്ങളുടെ കസിൻ്റെ വെഡ്ഡിംഗ് വ്ലോഗാണ്. ഇതൊരു നോർമൽ വ്ലോഗല്ല, എന്നാൽ ഒരു യൂഷ്വൽ വെഡ്ഡിംഗ് വ്ലോഗും അല്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു വെഡ്ഡിംഗ് ഉണ്ടായാൽ ഞങ്ങളതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വ്ലോഗാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ ഞങ്ങളൊരു വെഡ്ഡിങ്ങിന് സർപ്രൈസ് കൊടുക്കുന്നത്. ആ വെഡ്ഡിംഗ് ആണ് ഇത്. ഫംഗ്ഷനൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത്. അതാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങളുടെ എൻട്രി സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അത് പ്രോഗ്രാം ചാർട്ടിൽ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഇടയിലൂടെ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾ കൂടുതൽ കാണിക്കുന്നില്ല ഇതിൽ. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ബ്രൈഡ്സ് മെയ്ഡ്സിൻ്റെ എല്ലാം ഫോട്ടോ സെക്ഷൻ ഇവിടെ നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫ്രൈഡേയിലെ ഫംഗ്ഷൻസ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാറായി. ഫ്രൈഡേ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും ഓണായി. ഡാൻസ് കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് നമുക്ക് ഗെയിംസിലേക്ക് കടക്കാം. എല്ലാവരും ഊതി വീർപ്പിക്കുന്നു, പക്ഷെ ഉമ്മിച്ച് മാത്രം ഊതിയിട്ട് അത് ബലൂൺ വീർക്കുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം ബലൂൺ ഗെയിം എൻഡ് ചെയ്തിട്ട് സ്ട്രോ വെച്ചിട്ടുള്ളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു റിലേറ്റീവിൻ്റെ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ആ മൊമെൻ്റ് എല്ലാം എൻജോയ് ചെയ്യായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാം എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ദേ വരുന്നു ഒരു പണി. എന്തായാലും ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടി, ഇനി അത് ചെയ്തേ പറ്റൂ. ആക്ഷൻസ് ഒന്നും ചെയ്യാനായിരുന്നു ടാസ്ക്, പക്ഷെ ചെയ്തു വന്നപ്പോൾ എന്താണിതെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല. അങ്ങനെ പ്രോഗ്രാമിൻ്റെ എല്ലാം എൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫ്രൈഡേയിലെ കലാശക്കൊട്ടാണിത്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ജെറ്റ് ലാഗ് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല, കാരണം ഞങ്ങൾ ഫുള്ളി ഇൻവോൾവ്ഡ് ആയിരുന്നു. അങ്ങനെ മെഹന്തി നൈറ്റിൽ ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഓണായി ഗൈസ്. ഞങ്ങളങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കപ്പിൾ ഡാൻസും കളിച്ചു. കാവതി കാക്കയ്ക്കും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിലും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. കെട്ടില്ലേ കെട്ടില്ലേ എന്ന കള്ളച്ചെറുക്കൻ കല്യാണം, കെട്ടില്ലേ കല്യാണമേളം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് മൊത്തം ഡാൻസ് ആണല്ലോ?
ഇതാണ് ഗൈസ് ഞങ്ങളുടെ വേ ഓഫ് സെലിബ്രേഷൻ. അങ്ങനെ കല്യാണത്തിന് വന്നവരൊക്കെ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുൾ ഓണായി. സോങ് ഒരെണ്ണം തീരുമ്പോൾ അടുത്തത്, അത് തീരുമ്പോൾ അതിൻ്റെ അടുത്തത്. പക്ഷെ ഞങ്ങളുടെ എനർജി മാത്രം കുറയുന്നില്ല. ഞങ്ങളെല്ലാവരും ഡാൻസോട് ഡാൻസ്. അങ്ങനെ ശനിയാഴ്ചത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ വെഡ്ഡിങ് ഡേ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രൈഡും റെഡിയായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ബ്രൈഡിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു ഗൈസ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സീനിയേഴ്സിനെ ഡാൻസ് പഠിപ്പിച്ചപ്പോൾ സീനിയേഴ്സ് ഡാൻസ് പഠിപ്പിച്ച ടീച്ചേഴ്സിന് നൽകിയ ചെറിയൊരു ഗിഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഗ്രൂം ഇവിടെ എത്തി ഗൈസ്. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഗൈസ്. ചടങ്ങിൻ്റെയും കാര്യങ്ങളുടെയും ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ പുറമെ ഡാൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് ആവട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ മാരേജ് ഫംഗ്ഷൻ ആവട്ടെ, ബസ്സിൽ കയറിയ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ചെറിയവർ തൊട്ട് വയസ്സായ ആളുകൾ വരെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, ഫുള്ള് വൈബായിരിക്കും ബസ്സിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാർ എടുക്കാൻ പ്രിഫർ ചെയ്യില്ല. ഞങ്ങൾ ഓൾവേസ് ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ പോകാൻ നോക്കുകയുള്ളൂ. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ബ്രൈഡിനെയും ഗ്രൂമിനെയും കാറിൽ വിടാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ അവരെ ബസ്സിലും കയറ്റി ഞങ്ങളുടെ കൂട്ടത്തിലും കൂടെ കൂട്ടി. ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ നിങ്ങളെല്ലാവരും ഫാമിലി ഫങ്ഷൻസ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.